ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ധോണി കളിക്കുകയോ കളിക്കുകയില്ലയോ എന്നുള്ളത് നമ്മളിങ്ങനെ കുറേ ഡിസ്കസ് ചെയ്യായിരുന്നു. ഏതായാലും കളിക്കില്ല എന്നുള്ളൊരവസ്ഥയിലാണുള്ളത്. മാത്രമല്ല ടീമിൻ്റെ സാധ്യതകളും വളരെ ശുഷ്കിച്ച ഒരവസ്ഥയിലാണുള്ളത്. ധോണി ശരിക്കും ഈ സീസണിന് കളിക്കാതിരിക്കുകയും ഇനിയുള്ള സാധനത്തെക്കുറിച്ച് നമ്മളന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ദിലീപിന് ഇപ്പം എന്താ തോന്നുന്നു? ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ മെസ്സേജ് ധോണി അഹമ്മദാബാദിലേക്ക് പോകുന്നില്ല, ഫ്ലൈറ്റ് തന്നെ ഇല്ല. അപ്പൊ അവസാനത്തെ മാച്ച് കളിക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ ഈ സീസൺ 1 മിനിറ്റ് പോലും കളിച്ചിട്ടില്ല. പിന്നെ ഇന്നലെ ചെപ്പോക്കിലത്തെ അവസാനത്തെ കളി കഴിഞ്ഞിട്ട്, അതും തോറ്റ കളി കഴിഞ്ഞിട്ട് അവർ സാധാരണ ലാസ്റ്റ് ഹോം ഗെയിം കഴിഞ്ഞ ഫാൻസ് ആയിട്ടൊരു ഇതുണ്ട്, കൂടിക്കാഴ്ച പോലെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് തന്നെ ധോണിയുടെ പെരുമാറ്റം കാണുമ്പോൾ ശരിക്കും എനിക്കൊരു ഗുഡ് ബൈ പോലെയാണ് തോന്നിയത്. എന്താ വെച്ചാൽ അവിടെ നിന്നിരുന്ന ഫോട്ടോഗ്രാഫേഴ്സിന്റെ കൂടെയൊക്കെ സെൽഫി എടുക്കുക, വിരമിക്കുന്ന ഒരവസ്ഥ. അതെ, ശരിക്കും എനിക്ക് ശരിക്കും സങ്കടമാവുന്നത് എന്താ വെച്ചാൽ എപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് മാരഡോണിന്റെ അവസാനത്തെ കളി 36 വയസ്സായിരുന്നു അപ്പൊ. പക്ഷെ കളി കണ്ടാൽ നമ്മളൊരു 50-60 വയസ്സുകാരനെ കളിക്കണം തോന്നുന്നു. എന്ന് വെച്ചാൽ അത്രയും ആ ഡ്രഗ് അബ്യൂസും പരിക്കുകളും മസ്കുലർ പ്രോബ്ലം ഒക്കെ ആയിട്ട്. അതും മാരഡോണിന്റെ അവസാനത്തെ കളി സൂപ്പർ ക്ലാസിക്കോ ആയിരുന്നു, റിവർ പ്ലേറ്റും ബോക്ക ജൂനിയേഴ്സും. അത് റിവറിന്റെ എൽ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ എവേ മാച്ച്. പക്ഷെ അത് വളരെ ദയനീയമായിട്ട് 45 മിനിറ്റ് കളിച്ച് അവർക്ക് സങ്കടം തോന്നി മാറ്റി. എന്നിട്ട് പകരം വന്ന് റിക്കൽമെ 2 ഗോള് അടിച്ചതാണോ സെറ്റപ്പ് ചെയ്തതാണോ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ബോക്ക തിരിച്ചു വന്ന് ജയിച്ചു ആ കളി. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കളി ആർക്കും വേണ്ടി നിൽക്കില്ല. മാരഡോണ അന്ന് ഇന്നലത്തെ ആളായി, റിക്കൽമെ നാളത്തെ ആളാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ കളിയിൽ കാർത്തിക് ശർമ്മ 32 റൺ എടുക്കുന്നു. കാർത്തിക് ശർമ്മ കാരണം തന്നെയാണ് ധോണി ഈ സീസൺ കളിക്കാത്തത്. അങ്ങനത്തെ 20 വയസ്സായ ഒരാളുടെ ചാൻസ് താൻ കാരണം പോരുതെന്നുള്ള വാശി കാരണം. അപ്പൊ അത് സ്പോർട്സ് അതാണ് ശരിക്കും. പക്ഷെ ഇവിടെ പിന്നെ മറഡോണ ആവാൻ വേണ്ടി ധോണി നിന്നില്ല, ധോണി ഇറങ്ങിയില്ല. ഇല്ല, അതുണ്ട്. അത് ചില കളിക്കാർക്ക് ആ ഒരു ഈഗോ ഉണ്ട്. ഇപ്പൊ ധോണി ഇപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റ് വിരമിച്ചപ്പോ എന്തുകൊണ്ട് വിരമിച്ചു എന്നായിരുന്നു ചോദ്യം. ഒരു സീരീസിന്റെ നടുക്ക് വെച്ചിട്ടാണ് 2014 ബോക്സിംഗ് ഡേ ടെസ്റ്റ് കഴിഞ്ഞിട്ട്. അതേപോലെ ലോകകപ്പ് ODI ലോകകപ്പിന്ന് പുറത്തായതിനു ശേഷം 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിൽ അനൗൺസ് ചെയ്യണ ഇനി ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കില്ല എന്നുള്ളത്. അതും എന്തുകൊണ്ട് തനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, തന്റെ പണ്ടത്തെ നിലവാരം അനുസരിച്ച് കളിക്കാൻ പറ്റില്ല. ഇവർക്കൊക്കെ അതാണ്. ഇപ്പൊ ധോണിയൊന്നും ഒരിക്കലും പത്രത്തിൽ എന്ത് എഴുതുന്നു, അല്ലെങ്കിൽ ഞാൻ എന്ത് പറയുന്നു, ഹർഷ ഭോഗ്ലെ എന്ത് പറയുന്നു, ഇതൊന്നും ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല, ശ്രദ്ധിക്കാനും പോകുന്നില്ല. ധോണിയുടെ മനസ്സിൽ എന്താ, ഞാൻ എന്ന കളിക്കാരൻ ഈ ഒരു ലെവലിലാണ് കളിച്ചിട്ടുള്ളത്, അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കളിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ സീസണും അത് തന്നെ ഒരു പേടി പോലെയാണ്. ഇപ്പൊ ഞാനൊരു നല്ലൊരു ചെറുപ്പക്കാരനെ മാറ്റി നിർത്തി 11ലേക്ക് വരുന്നു, ടീം മോശമായി ചെയ്യുന്നു, അപ്പൊ പിന്നെ എന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അത് എപ്പോഴും എല്ലാ കളിക്കാരുടെ മനസ്സിലും അതുണ്ടാവും. ധോണിയെ ഒരു ക്രിക്കറ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ ദിലീപിനെ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? എവിടെ കാണണം എന്നാണ് വിചാരിക്കുന്നത്? ഇന്ത്യൻ ക്രിക്കറ്റില് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് IPL. IPL ഒരിക്കലും ഈ ഒരു ലെവല് ധോണി ഇല്ലാതെ എത്തില്ലായിരുന്നു. ഇപ്പൊ IPL ചരിത്രത്തിലത്തെ ഏറ്റവും മികച്ച കളിക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പറയാ ഒരു ലസിത് മലിംഗ, വിരാട് കോഹ്ലി, ക്രിസ് ഗെയിൽ, അങ്ങനെ വല്ലവരും ആയിരിക്കും. പക്ഷെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധോണിയാണ്. ഇപ്പൊ ഒരു പാൻ ഇന്ത്യൻ ബ്രാൻഡാക്കി മാറ്റിയത്. ഇപ്പൊ കേരളം നോക്കിക്കഴിഞ്ഞാൽ എത്ര കോടിക്കണക്കിന് ഫാൻസാണ് ചെന്നൈ സൂപ്പർ കിങ്സിനുള്ളത്, അല്ലെങ്കിൽ എത്ര കോടിക്കണക്കിന് ആൾക്കാർ ഒരു കളി കാണുന്നു. അതെന്തുകൊണ്ടാണ്? അത് ധോണി ആദ്യത്തെ 3-4 സീസണില് ലീഗ് ഇത്രയും സീരിയസ് ആയിട്ട് എടുത്തത്. അതെ, ഇതൊക്കെ ധോണി ശരിക്കും സൃഷ്ടിച്ചതാണ്. ഈ ഒരു IPL ഹൈപ്പ്, അന്നത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്നു ധോണി. ഈ ലീഗ് ജസ്റ്റ് ഒരു ടൈം പാസ് പോലെ ഞാൻ കളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് കളിക്കുകയായിരുന്നെങ്കിൽ, ബാക്കി ഇപ്പൊ നമ്മൾ ലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ പല ലീഗുകളും തുടങ്ങിയിട്ടുണ്ട്, ഒന്നും പച്ച പിടിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അത് കളിക്കാർക്ക് അത്രയും സീരിയസ്നെസ്. ഇപ്പൊ പല ഓസ്ട്രേലിയൻ ക്രിക്കറ്റേഴ്സും ബിഗ് ബാഷ് കളിക്കാറ് പോലും. ധോണിക്ക് പക്ഷെ IPL എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് സീരിയസ്നെസ്സോട് കൂടിയ കളിച്ചിട്ടുള്ളത് എപ്പോഴും.
അപ്പൊ ആ ഒരു ആത്മാർത്ഥതയായിരുന്നു ഈ ലീഗിനെ ശരിക്കും ഇത്രയും വലിയൊരു എന്താ പറയുക ഒരു മോൺസ്റ്റർ ആണ് ശരിക്കും IPL ഇപ്പൊ ക്രിക്കറ്റ് ലോകത്ത്. അത് ഇത്രയും വളർത്തി വലുതാക്കിയത് MS ധോണിയാണ് അതിൽ നമ്പർ 1 ഫാക്ടർ.